ഹലോ, വെൽക്കം ടു വാമീസ് മം യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നത് ബിഗ് ബോസിനെ കുറിച്ച് തന്നെ പറയാനാണ്. ബിഗ് ബോസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ലേ. ഇതുവരെ ഒരു ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും ശ്രീനീഷും പേളിയും തമ്മിലുള്ള പ്രേമത്തിന്റെ സമയത്ത് പോലും ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും ഒപ്പി നമ്മളെ കാണിച്ചിട്ടുണ്ട്. അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നതും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതും ഹഗ് ചെയ്യുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഇവള് പറയുന്ന അനു പറയുന്നത് അത് ഒരിക്കലും ബിഗ് ബോസിന്റെ ക്യാമറയിൽ വരാഞ്ഞിട്ടാണ് എന്നാ പറയുന്നത്. ജിസേലിന്റെ കാര്യം, ജിസേലും ആര്യനും പുതപ്പിന്റെ അടിയിൽ എന്തെല്ലോ ചെയ്യുന്നു. അനുമൊക്കെ ശരിക്കും എന്തോ പ്രശ്നമുണ്ട് എന്നാ തോന്നുന്നത്. ശരിക്കും അവർ ചെയ്തതാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, കാരണം നമ്മൾ കണ്ടിട്ടില്ല. കണ്ട കാര്യങ്ങളെ പറയാവൂ. ഉള്ളിലുള്ള ആൾക്കാരെക്കാളും വലിയ വിഷവത്തുകളാ പുറത്തുനിന്ന് വന്നത്. അയ്യേ മസ്താനിയല്ലോ വെറുതെ ഇങ്ങനെ ഓരോരുത്തരോരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. കാരണം അവളൊന്നും നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഈ അനുമോളാണെങ്കിൽ അവർ പറയുന്നത് അവരുണ്ടല്ലോ എൻ്റെ കൂടെ, എന്നാ പിന്നെ ഞാൻ പറയാലോ. അവള് കണ്ടുപോലും ജിസയിലും ആര്യനും തമ്മിൽ കിസ് ചെയ്യുന്ന കാര്യം. അന്നേരം ക്യാമറയെല്ലാം മാറി നിൽക്കുന്നതെന്നാ അനുമോള് പറഞ്ഞേ. ക്യാമറയിൽ വരികയല്ല. അക്കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാ അത് സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റുക? ഇത്രയും ക്യാമറയുണ്ട്, പക്ഷെ അനുമോളെ കണ്ണ് വരുന്നിടത്തിലും അനുമോളെ കണ്ണ് മാത്രം ആ ക്യാമറേനേക്കാളും വലിയ കണ്ണാണ്. വേറെ ആരും ഒന്നും കാണാത്ത കാര്യങ്ങൾ പോലും അനുമോള് കാണും. അനുമോൾ അത് പറയുകയും ചെയ്യും, ഞാനത് കണ്ടു, ഞാനത് ഇങ്ങനാക്കി. എനിക്കറിയില്ലേ ഈ അനുമോളെ പ്രശ്നം എന്താണ്. അനുമോക്ക് ജിസേലിനോട് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അത് ഉറപ്പാ. അനുമോക്ക് കിട്ടാത്തത് എന്തോ ആര്യൻ പറയുന്നു എന്നെ അവള് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ കണ്ടിട്ടില്ല. ആര്യനും അത്ര കാര്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം പറയുന്നത് എന്താ, അന്ന് അനുമോള് വന്നിട്ട് ജിസേലിനെയോ ആര്യനെയും വിളിച്ച സമയത്ത് ഇവർ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാല് ആര്യം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു പെണ്ണ് കിടക്കുന്ന സമയത്ത് അവളെ ഡ്രസ്സെല്ലാം നമ്മളൊന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഡ്രസ്സൊന്നും ഇങ്ങനെ ശരിയാക്കിയിട്ടല്ലേ ഏതൊരാളും എഴുന്നേൽക്കുമോ? അതിൽ ഇവരെല്ലാം ഇങ്ങനെ വേറൊരു രീതിയിലെല്ലാം തെറ്റ് കാണാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാണും ഒരു പെണ്ണും അടുത്ത് കിടക്കുമ്പോഴേക്കും എന്നാ പറയാ, ഒരുമാതിരി ഒരു വൃത്തികെട്ട ചിന്താഗതിയില്ലേ, അതുപോലത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ മുഴുവൻ അതിൻ്റെ അകത്തുള്ള. അവരെല്ലാം ഇത്രയും വലിയ TV ഷോയിൽ പോയിട്ട് എന്നാ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്നാ പറയാ, അവളൊരു സ്ത്രീയല്ലേ, അവൾക്ക് പുറത്തൊരു ലൈഫില്ലേ. ഇവര് കാണാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ തോന്നി, വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. എന്തായാലും അക്ബറും ഒനീലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഷാനവാസ് ആദ്യം ചൊറിയാൻ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ അതിലെന്തോ ചെറിയ കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ട് ഷാനവാസ് ഒന്നും അനങ്ങുന്നില്ല. എന്തായാലും അവര് പറയുന്നത് തെളിവുണ്ടെങ്കിൽ സംസാരിക്കുക എന്നാ. എനിക്കും അത്രേ പറയാനുള്ളൂ, തെളിവുണ്ടെങ്കിൽ സംസാരിക്കുക.